ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ആനിവേഴ്സറി കേക്കായിട്ടാണ് കേട്ടോ. ആനിവേഴ്സറി കേക്കിനുള്ള ക്രീമാണ് വിപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഓഫ് വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് 2 ഡ്രോപ്പ് എന്ന് പറയാൻ പറ്റില്ല, 2 പ്രാവശ്യം യെല്ലോ ജെൽ കളർ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങോട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഓഫ് വൈറ്റ് കളർ കിട്ടും കേട്ടോ. അപ്പോൾ ഓഫ് വൈറ്റ് കളറിന് യെല്ലോ ജെൽ കളർ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ, ഇപ്പോൾ കുറച്ച് ക്രീമല്ലേ ഉള്ളൂ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. കേക്കിൻ്റെ കഥ പറയുകയാണെങ്കിൽ ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ആ റീലിലൊക്കെ പറയില്ലേ, എനിക്കൊരു ഫ്രണ്ട് ഇருக்கு ഡയറി മാതിരിന്ന്, അതുപോലെ എൻ്റെ ഒരു പേഴ്സണൽ ഡയറിയാണ് കേട്ടോ. നമ്മൾ ഡെയിലി 1 അവർ സംസാരിക്കും, എന്നാലും പിന്നെയും കാര്യങ്ങൾ പറയാനുണ്ടാവും കേട്ടോ. അത്രയധികം സംസാരിക്കും ഞങ്ങൾ. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവുമല്ലേ ഒരാൾ. അപ്പോൾ അവൾ ആനിവേഴ്സറി ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തത്, നമ്മളല്ല അവർ പ്ലാൻ ചെയ്തത് ഒരു ടോപ്പ് ഫോർവേഡ് കേക്കാണ് കേട്ടോ. അതായത് 30th ഇവരുടെ ആനിവേഴ്സറി, 31st അവരുടെ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൾ പ്ലാൻ ചെയ്തത് ഒരു ടോപ്പ് ഫോർവേഡ് കേക്ക് ഹാഫ് ആയിട്ടാണ്, ബർത്ത്ഡേയും ആനിവേഴ്സറി ആയിട്ടാണ്. പക്ഷേ എനിക്ക് 29th എൻ്റെ വീട്ടിൽ തന്നെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്നോട് അവൾ പറഞ്ഞു, ഓക്കെ എന്നാൽ ഒരു നോർമൽ കേക്ക് മതി, പക്ഷേ പേസ്റ്റൽ ഗ്രീൻ കളർ മതി. പേസ്റ്റൽ ഗ്രീൻ ആകുമ്പോൾ അവർക്ക് വീട്ടിലെല്ലാവർക്കും ആ കളർ ഡ്രസ്സ് ഉണ്ടെന്ന് പറഞ്ഞു, അതായത് അവർക്ക് 3 പേർക്കും ഡ്രസ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ പേസ്റ്റൽ ഗ്രീൻ പറഞ്ഞിട്ട് അവൾ പറഞ്ഞു ഞാൻ മോഡൽ അയച്ചു തരാം കേട്ടോ. അപ്പോൾ കോള് കട്ട് ചെയ്തപ്പോൾ തന്നെ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു. ഈ ഒരു കേക്കാണ്, ഒരു ഫോൾട്ട് ലൈൻ കേക്ക്, മുകളിൽ ഓഫ് വൈറ്റും താഴെ റെഡും. അപ്പോൾ റെഡിന് പകരം ഗ്രീൻ മതി എന്ന് പറഞ്ഞു. ഈ ടോപ്പർ നല്ല രസമുണ്ടല്ലേ. ഞാൻ വേറൊരു കേക്കിന് വേണ്ടിയിട്ട് ഇത് എടുത്ത് വെച്ചതാണ്, പക്ഷേ അത് വെക്കാനുള്ള ഭാഗ്യം കിട്ടിയത് ഇവരുടെ കേക്കിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ആനിവേഴ്സറി ടോപ്പറൊക്കെ വെച്ചു. അപ്പോൾ പേസ്റ്റൽ ഗ്രീൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്തു. അപ്പോൾ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു ഒത്തിരി ഡാർക്ക് ഗ്രീൻ വേണ്ട, ലൈറ്റ് മതി എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്കെല്ലാം സെറ്റ് ചെയ്തു, ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് അവൾക്ക് അയച്ചു കൊടുത്തു. അപ്പം തന്നെ എന്നെ വിളിച്ചേക്കുവാണ്, എടി ഇതെന്താ ഈ കളറ്? അപ്പോൾ ഞാൻ ചോദിച്ചു, നീ അല്ലേ പേസ്റ്റൽ ഗ്രീൻ എന്ന് പറഞ്ഞത്? അയ്യോ ഞാൻ ഈ ഗ്രീനല്ല ഉദ്ദേശിച്ചതെന്ന്. അവൾ ഉദ്ദേശിച്ച ഗ്രീൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ, പുറകെ വരുന്നുണ്ട്. പിന്നെ ഞാൻ അവളോട് പറഞ്ഞു, ഇനി മേലാൽ എന്നോട് ഇംഗ്ലീഷിൽ കളറിൻ്റെ പേരൊന്നും പറയണ്ട, ആ കളറിങ് അയച്ചു തന്നാൽ മതി, ഞാനങ്ങ് ചെയ്തോളാം. എന്തായാലും കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കൊള്ളാമല്ലേ, എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നല്ല ഭംഗിയില്ലേ? എനിക്ക് ഈ ടോപ്പറൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാട്ടോ അവൾ ഉദ്ദേശിച്ച ഗ്രീൻ. പക്ഷെ അവൾ ഉദ്ദേശിച്ചത് ഈ സെയിം ഗ്രീൻ അല്ല, ഇതിൻ്റെ ലൈറ്റ് ഷെയ്ഡാണ് അവൾ ഉദ്ദേശിച്ചത്. എന്തായാലും അവൾ ലൈറ്റ് ഷെയ്ഡ് ആഗ്രഹിച്ചത് കൊണ്ട് തന്നെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ആൾ ഹാപ്പി ആയിരുന്നു, ഞാനും ഹാപ്പി ആയിരുന്നു. അങ്ങനെ 30th ആനിവേഴ്സറി, 31st ജാനിക്കുട്ടിയുടെ ബർത്ത്ഡേ. അവൾ കഴിഞ്ഞ വർഷം 30th ആനിവേഴ്സറി ഒക്കെ സെലിബ്രേറ്റ് ചെയ്തു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയിരുന്നു ഡെലിവറി. അതെങ്ങനെയുണ്ട്? കൊള്ളാലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം കേട്ടോ. ബൈ.